സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിക്കുകയാണ്. ബൈബിളുള്ള ആളുകൾ എടുത്ത് വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ചിരിക്കുക. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതു എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനു അടയാളം എന്തു എന്നും പറഞ്ഞു തരണം എന്ന്. അതിനു യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ എപ്പോഴും യേശുവിനോടൊപ്പം തന്നെ ആയിരുന്നു. അവർക്കൊരു ആശ്രമമില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു കുടിൽ ഇല്ലായിരുന്നു, അവർക്കൊരു വീടില്ലായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് അവന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നശിച്ചു പോകുന്നതായ ഈ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കണം, പാപത്തിൽ അകപ്പെട്ടു പോയതായ ഈ മനുഷ്യനെ എങ്ങനെ രക്ഷിച്ചെടുക്കണം. പിശാചിന് ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട് പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ട് അവൻ്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായ ഈ മനുഷ്യനെ എങ്ങനെ വിടുവിക്കണം. ഈ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്, ഉപദ്രവം അനുഭവിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ യേശുവിന് ഉറങ്ങുവാനോ സമയത്തിന് ആഹാരം കഴിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അവൻ കാൽനടയായിട്ടായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി കാൽനടയായിട്ട് ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചു പോകാനിടയായി. പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യന്മാരെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് പല ഇടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് അനേകം രോഗികളെ അവൻ സൗഖ്യമാക്കിയിട്ട് അവരോട് സ്വർഗീയ വിഷയങ്ങളും പങ്കുവെച്ചുകൊണ്ട് പോകുമായിരുന്നു. അവനോടൊപ്പം ഒരു 12 ശിഷ്യന്മാരെ അവൻ തിരഞ്ഞെടുത്തു. ആ 12 ശിഷ്യന്മാരോട് കൂടെ ഏകദേശം 3.5 വർഷക്കാലം അവൻ ദൈവവേല ചെയ്തു. 30 വർഷം അവൻ അജ്ഞാതമായി തന്നെയായിരുന്നു. 3.5 വർഷക്കാലം അവൻ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനിടയായി. യോർദാൻ പ്രദേശങ്ങളിലും ആ ബഥാനിയയിലും യെരുശലേമിലും. ഈ കാലത്ത് നിങ്ങൾ യെരുശലേമിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പാലസ്തീനിൽ പോവുകയാണെങ്കിൽ, യേശുക്രിസ്തു സഞ്ചരിച്ച ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. അതെല്ലാം കാണുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു, കുറച്ചിടങ്ങളിൽ മാത്രമായിരുന്നു അവൻ വേല ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇന്നത്തെ സുവിശേഷകരെ പോലെ, ഇന്റർനാഷണൽ സുവിശേഷകരെ പോലെ ഈ പട്ടണത്തിൽ നിന്ന് ആ പട്ടണത്തിലേക്കും, ഈ രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്തിലേക്ക്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചു വന്നിരിക്കുന്നു എന്ന് ദൈവദാസന്മാർ പറയുന്നുണ്ട്. എന്നാൽ കേവലം ചെറിയ പ്രദേശങ്ങളിൽ മാത്രമാണ് അവൻ സഞ്ചരിച്ചത്. എന്നാൽ അവൻ ചെയ്തതായ സേവ, നമ്മളൊക്കെ 30-50 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ 3.5 വർഷമായിട്ട് അവൻ ചെയ്തതായ വേലയുടെ ഫലം ഈ ദിവസവും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവനങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യെരുശലേമിൽ അപ്പോൾ വന്നതായ സമയത്ത് ശിഷ്യന്മാരുടെ വരുമ്പോൾ ആ യെരുശലേമിൽ നോക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മന്ദിരമുണ്ട്. ആ കാലത്ത് ഇന്നുള്ളതുപോലെ ഒരുപാട് ദൈവത്തിൻ്റെ ആലയങ്ങളില്ല. യെരുശലേമിൽ ഒരേയൊരു ദൈവത്തിൻ്റെ ആലയം മാത്രമാണ് ഉള്ളത്. അത് ശലോമോൻ നിർമ്മിച്ചതായ ദേവാലയമാണ്. അത് കവർച്ച ചെയ്യപ്പെട്ടു, തകർക്കപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ദേവാലയത്തെ അവർ ഉപേക്ഷയായിട്ട് വിചാരിച്ചു. അതുപോലെ ദേവാലയത്തെ അവർ അശുദ്ധിയാക്കി മാറ്റാനിടയായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി. എന്നാൽ പുതിയ നിയമ കാലഘട്ടം വന്നപ്പോഴേക്കും യഹൂദന്മാർക്ക് ദേവാലയം നിർമ്മിക്കണമെന്ന ആലോചന വന്ന സമയത്ത് ആ കാലത്തുണ്ടായിരുന്നതായ ഹെരോദാവ് അവരെ ആലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സഹായിച്ചു. അങ്ങനെ വീണ്ടും ആലയം നിർമ്മിക്കുവാൻ ഇടയായി. വലിയ വലിയ കല്ലുകൾ ഉപയോഗിച്ച് അതിമനോഹരമായ രീതിയിലായിരുന്നു അത് നിർമ്മിച്ചത്. വളരെ ഉയരത്തിൽ അതിമനോഹരമായ രീതിയിൽ അവിടെയും ഇവിടെയും ബാൽക്കണിയൊക്കെ വെച്ച് വലിയ വലിയ പില്ലറൊക്കെ ആയിട്ട് കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിരുന്ന ആലയമായിരുന്നു. ആ ആലയത്തിൽ കൂടി ഒരു ദിവസം കർത്താവും ശിഷ്യന്മാർ നടക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ കല്ലുകൾ എത്ര മനോഹരമെന്ന് നോക്കൂ, ഇതിൻ്റെ ഉയരം നോക്കൂ, എത്ര അത്ഭുതകരമായിരിക്കുന്നു, എത്ര മനോഹരമാണെന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ആലയത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, യേശുക്രിസ്തു അപ്പോൾ മനസ്സിൽ ചിരിച്ചിരുന്നിരിക്കാം. ഓ, എത്ര ഉയരമുള്ളതായ തൂണാണ്! നീ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ആരോടാണ് പറയുന്നത്? അവൻ ആരാണ്? സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവും
ആയിരിക്കുന്ന ദൈവത്തിന് മുൻപിൽ പറയുകയാണ് 7-10 അടിയുള്ള തൂണിനെക്കുറിച്ച്, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണോ? എന്താണ്? സ്വർഗത്തിൽ അവൻ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ പാദപീഠം ഭൂമിയിലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശത്തിനും ഭൂമിക്കും മധ്യേ എത്ര ഉയരമുണ്ടോ അത്രയും വലിപ്പമുണ്ട് അവൻ്റെ കാലുകൾക്ക് എന്നല്ലേ? അവൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് വർണ്ണിക്കുവാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആകാശത്തിൻ്റെ ഉയരത്തെ അളക്കാൻ ആർക്കു കഴിയും? ആകാശം ഇപ്പോഴും അനന്തമായി തന്നെ കിടക്കുകയാണ്. അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പരിശ്രമിക്കും തോറും അത് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര അന്വേഷണം നടത്തിയാലും എത്ര ദൂരം പോയാലും അത് കണ്ടുപിടിക്കുവാൻ കഴിയുന്നതേയില്ല. അതും ഒരാകാശമാണ്. അതിൻ്റെ മുകളിൽ വേറൊരാകാശമുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? അറിയില്ലേ? മധ്യാകാശം. അതിൻ്റെ പേരെന്താണ്? മധ്യാകാശം. അതിനു മുകളിൽ മറ്റൊരാകാശമുണ്ട്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല, കാരണം ബൈബിൾ വായിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് ബൈബിൾ അനുസരിച്ചാണ്, സയൻസ് അനുസരിച്ചല്ല. മധ്യാകാശത്തിൽ കർത്താവ് വരുവാനിടയാകും എന്ന് നമ്മൾ പാട്ടുപാടാറില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? എന്താണ്? മധ്യാകാശം ഉണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുവാനിടയായി. അത് ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ നിവാസമാണ് എന്ന് പറയില്ലേ? അത് 3-ാമത്തെ ആകാശമാണ്. ഇവിടെയുള്ള ആകാശത്തിൻ്റെ ഉയരം പോലും കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എന്നാൽ അതിൻ്റെ മുകളിലുള്ള മധ്യാകാശത്തിൻ്റെയും അതിന് മുകളിലുള്ള 3-ാമത്തെ ആകാശത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനേകം ആളുകൾക്കും ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും വലിപ്പം എന്താണെന്നും ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തോട് അനേകർ മറുതലിക്കുകയാണ്. ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും വലിപ്പം എന്താണെന്നും മനസ്സിലാക്കുന്നില്ല. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി എത്ര മനോഹരമായിട്ടാണ് സകലത്തെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ എത്ര ഉന്നതനായ ദൈവമാണ്, എത്ര വലിയ ദൈവമാണെന്നുള്ളതായ സത്യം ആരും മനസ്സിലാക്കുന്നില്ല. സമ്പത്തും അവർ ഉണ്ടാക്കിയതായ പണവും കണ്ടിട്ട് അവർ പുകഴുകയാണ്. മനുഷ്യർ നിർമ്മിച്ചതായ സൃഷ്ടികൾ കണ്ടുകൊണ്ട് വലിയ അത്ഭുതം എന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതായ, യഥാർത്ഥമായ അത്ഭുതങ്ങൾ ചെയ്യുന്നതായ ദൈവത്തെ അവർ തിരിച്ചറിയുന്നില്ല. ഈ ദിവസം ഒരു TV പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, സെൽഫോൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഏതു മനുഷ്യനാണ് സാറ്റലൈറ്റിനെ ആകാശത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്? ദൈവം നിർമ്മിച്ചിരിക്കുന്നതായ സാറ്റലൈറ്റിനെ കണ്ടുകൊണ്ട്, അതിൻ്റെ പ്രവർത്തന രീതി കണ്ടുകൊണ്ട്, അതനുസരിച്ച് TVയും ഫോണുമൊക്കെ നിർമ്മിക്കുവാൻ ഇടയായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ആരും ആകാശത്ത് സാറ്റലൈറ്റിനെ വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നതല്ല. ആ ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാനുള്ളതായ ജ്ഞാനം നൽകിയിരിക്കുന്നതും ദൈവമാകുന്നു. അത്ര വലിയ ദൈവത്തെ നാം ഉപേക്ഷയെ വിചാരിച്ച് ഈ ലോകത്തിൽ ദൈവത്തെ മനസ്സിലാക്കാതെ ലോകത്തിലുള്ളതായ കാര്യങ്ങളെ കണ്ടിട്ട് അത്ഭുതകരമായതാണെന്നും ആശ്ചര്യകരമാണെന്നും ഒക്കെ പറഞ്ഞ് കെട്ടിടങ്ങൾ കണ്ടിട്ട് മനോഹരമാണെന്നൊക്കെ പറയുന്നു. അന്ന് ശിഷ്യന്മാരും അതുതന്നെയാണ് ചെയ്തത്. ആലയത്തിൻ്റെ തൂണുകളെ കണ്ടുകൊണ്ട് അവർ അത്ഭുതം കൂറി അത് വർണ്ണിക്കുവാനിടയായി. അപ്പോഴെന്താണ് കർത്താവ് അവരോട് പറഞ്ഞത്? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകാനിടയാകും. ഇത് ശാശ്വതമായത് അല്ല. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എന്നാൽ അതിനുശേഷം ഒലിവുമലയിൽ പോയിരുന്നതായ സമയത്ത് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കാനിടയായി, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനുമുള്ളതായ സൂചനകൾ, അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയായിരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന്? അവർ ഹല്ലേലൂയ പറയാമോ? എപ്പോഴാണ്? ക്രിസ്ത്യാനിയായിരിക്കുന്നതായ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 100 കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിരിക്കാം കർത്താവിൻ്റെ വരവിനെ കുറിച്ചിട്ടുള്ളത്. ഇതാ വരുന്നു, അതാ കർത്താവ് വരുന്നുവെന്ന് എന്നെപ്പോലുള്ള പാസ്റ്റർമാർ പ്രസംഗിച്ച് കേട്ട് അവസാനം അടുത്തുപോയി ഇനി എപ്പോൾ വരാനാണ് എന്ന് ചിന്തിക്കുകയായിരിക്കും. ഇനി കർത്താവ് വരുമോ എന്ന് ചിന്തിക്കുകയായിരിക്കും. ബൈബിളിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് മാത്രം വ്യക്തമായിട്ട് പറയുന്നില്ല. അത് ആർക്കും തന്നെ അറിയില്ല. ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ല, ഒരു പ്രസംഗകനും അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. അവൻ്റെ വരവിനെക്കുറിച്ച് മാത്രം ആർക്കും അറിയുകയുമില്ല. ഇന്ന ദിവസം യേശുക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് ചിലർ പറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ കൊറിയയിലും ചില കൂട്ടങ്ങളുണ്ട്. യേശുക്രിസ്തു വരാൻ പോവുകയാണ്, നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ ചെലവഴിച്ച് തീർക്കുക, നിങ്ങളുടെ വസ്തുവെല്ലാം വിറ്റിട്ട് ഉള്ള പണവും കൊണ്ട് വരിക, നമുക്ക് ഒരുമിച്ച് ഒരു മലയിൽ കയറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് വരുമ്പോൾ ആദ്യം നമുക്ക് കയറിപ്പോകാം. അങ്ങനെ പറഞ്ഞപ്പോൾ ജനം കുറേ ആളുകൾ അത് വിശ്വസിച്ചിട്ട് ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം വിറ്റ് കളഞ്ഞിട്ട്
അവസാനം ആ മലയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നു. വന്നില്ല. അവസാനം പറയുകയാണ്, ഞാനാണ് ക്രിസ്തുവെന്ന്. ആരാണ്? ആ പ്രസംഗകൻ തന്നെയാണെന്ന്. ഞാനാകുന്നു ക്രിസ്തു. അന്ത്യകാലത്ത് അനേകർ പറയാറുണ്ട് ഇങ്ങനെ, ഞാനാകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞ കള്ളപ്രവാചകന്മാർ വരും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ബൈബിൾ നിർബന്ധമായി വായിക്കേണ്ടത്. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അതുപോലെ തന്നെ എപ്പോൾ വരും എന്നുള്ളതായ കൃത്യമായ സമയം അറിഞ്ഞിരിക്കേണ്ടതായ ആവശ്യമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ഏതു സമയത്ത് വന്നാലും ഞാൻ അവനോടൊപ്പം പോകാൻ ഒരുക്കമാണോ അല്ലയോ എന്നതാണ് മുഖ്യം. യേശുക്രിസ്തുവിൻ്റെ വരവും അതുപോലെ ഈ ലോക അവസാനവും രണ്ടും രണ്ട് വിഷയങ്ങളാണ്. യേശുക്രിസ്തു വന്നിട്ട് പോകാനിടയാകും. അതിനുശേഷമാണ് ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത്. അതായത് ഈ ഭൂമിയും ആകാശവും സകലതും, ഭൂമിയും ആകാശവുമെല്ലാം മാറിപ്പോകുവാനിടയാകും. എന്തൊക്കെയാണ് പറയുന്നത്? ആകാശവും ഭൂമിയും. പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പോൾ വായു, വെള്ളം, അഗ്നി, ഇവയെല്ലാം പഞ്ചഭൂതങ്ങൾ കൊടും മുഴക്കത്തോടുകൂടി ഒഴിഞ്ഞു പോകാനിടയാകും. അപ്പോൾ നിന്റെ സമ്പാദ്യമൊന്നും അവിടെ കാണില്ല. നീ വാങ്ങിച്ച പുതിയ കാർ അവിടെ കാണില്ല. നീ നിർമ്മിച്ച വലിയ ഭവനമൊന്നും അവിടെ കാണില്ല. ഒന്നും കാണില്ല. സകലതും നശിച്ചു പോകും. എന്നാൽ ഇന്നുള്ള മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ലോകത്തിൻ്റെ അവസാനം എപ്പോഴാണ്? യേശുവിൻ്റെ വരവ് എപ്പോഴായിരിക്കും? കർത്താവിൻ്റെ വരവ് എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് ഒരുപാട് പേർ കേട്ട് ഇപ്പോഴവർക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധമായ ദാഹവുമില്ല, ആഗ്രഹവും ഇല്ലാതായിരിക്കുന്നു. വരുമ്പോൾ കാണാം എന്ന രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നനയ്ക്കാത്ത സമയത്ത്, നിങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ ലൗകിക കാര്യത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ലോകകാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ കള്ളൻ വരുന്നത് പോലെ അവൻ വരുവാനിടയാകും. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വരവിൻ്റെ സമയത്ത് ഇത് സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അവൻ പറയുന്നു, നിങ്ങളെ ആരും തന്നെ വഞ്ചിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കുക എന്ന്. നോക്കൂ, നാം കൂട്ടായ്മയിലിരിക്കുന്ന സമയത്ത് ദൈവദാസന്റെ മുൻപിലല്ല ഇരിക്കുന്നത്, അതുപോലെ ഒരു പബ്ലിക് മീറ്റിങ്ങിലല്ല ഇരിക്കുന്നത്. എത്ര പേർക്കറിയാം എവിടെയാണെന്ന്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയുക. അതായത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മധ്യേ ആരുണ്ട്? ദൈവം വസിക്കുന്നുണ്ട്. ആ ദൈവം നമ്മുടെ മധ്യേയുണ്ട്. അവൻ നിങ്ങളെ കാണുന്നുണ്ട്. പാസ്റ്ററായിരിക്കുന്ന എനിക്ക് നിങ്ങളുടെ മുഖമേ കാണാൻ കഴിയില്ല. എന്നാൽ ദൈവം ഇവിടെ ഇരുന്നു കൊണ്ട് എന്താണ് നോക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുകയാണ്. ശീമോൻ യേശുവിനെ വിരുന്നു കൊടുക്കുവാനിടയായി. തൻ്റെ ഭവനത്തിൽ തൻ്റെ കുഷ്ഠരോഗം മാറിയതിൻ്റെ സന്തോഷത്തിൽ യേശുവിനെ ശിഷ്യന്മാരെ വിളിച്ച് വിരുന്നു കൊടുക്കാനിടയായി. ആ സമയത്ത് യേശു ഇരിക്കുന്നതായ സമയത്ത് പാപിനിയായ ഒരു സ്ത്രീ വന്നിട്ട് തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദം തുടയ്ക്കുകയാണ്. അപ്പോൾ ശീമോന് എന്താണ് മനസ്സിൽ വിചാരിച്ചത്? അയ്യോ, അവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇതാ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പാദങ്ങൾ തുടയ്ക്കുന്നു. യേശുവിന് അറിയാൻ കഴിയില്ലേ? യേശു പ്രവാചകനല്ലേ? ഈ സ്ത്രീയെ ഇറക്കി വിടേണ്ടതല്ലേ എന്ന് ശിമോൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ശിമോനെ, നീ ആ സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനിടയായി. എത്രയോ തവണ കർത്താവ് പരീശന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ചിന്തകളെ വിവേചിച്ച് പറയുവാനിടയായി. അതുപോലെ തന്നെ നാം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ വിചാരങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ വ്യക്തമായിട്ട് അറിയുന്നവനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മറുപടി നൽകുന്നതിന് വേണ്ടി ദൈവദാസന്മാരുടെ നാവിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോടുള്ള ആലോചനകളെ പങ്കുവയ്ക്കുവാനും ദൈവം മതിയായവനാണ്. അങ്ങനെയുള്ള കൂട്ടായ്മയാണ് ഉണർവിൻ്റെ കൂട്ടായ്മ. അല്ലാതെ വെറും പേരിന് വേണ്ടിയുള്ളതല്ല, തമാശ കാണിക്കുന്നതല്ല. മനുഷ്യൻ മണ്ണുകൊണ്ട് വീടുണ്ടാക്കുമ്പോൾ പ്രവാചകന്മാർ സിമെന്റ് പൂശുമെന്നാണ് പറയുന്നത്. എന്താണ്? മണ്ണുകൊണ്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും സിമെന്റ് പൂശുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാറുള്ളത്? വലിയൊരു കാറ്റ് വരുന്ന സമയത്ത് എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനിടയാകും, ബലം ഇല്ലാത്തത് കൊണ്ട്. ഇന്നുള്ളതായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വിശ്വാസം കുറവായതുകൊണ്ട്, ആത്മീയ ബലം ഇല്ലാത്തതുകൊണ്ട്, ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ബലഹീനരായിട്ട് കാണപ്പെടുന്നു. യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ സൂക്ഷിക്കുക. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുവാൻ ഇടയായി, കബളിപ്പിക്കപ്പെടുവാൻ ഇടയായി.
അത് പണം സംബന്ധിച്ച് ആയിരിക്കാം, ജോലി സംബന്ധിച്ചായിരിക്കാം. വഞ്ചിക്കപ്പെട്ടവർ, വഞ്ചിച്ചവരല്ല, വഞ്ചിച്ച ആളുകളുമുണ്ട് നമ്മുടെ ഇടയിൽ അനേകം ആളുകൾ. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വഞ്ചിച്ചവരുമുണ്ട്. വഞ്ചിച്ചവരായതുകൊണ്ട് അവർക്കും വഞ്ചന പകരം ലഭിക്കുവാൻ ഇടയാകും. മനുഷ്യർ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. എന്നാൽ ഇന്ന് അനേകം ആളുകളുണ്ട്, വ്യക്തമായിട്ടുള്ള ദൈവിക വചനത്തിന്മേൽ ഗ്രാഹ്യമില്ലാത്ത ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കൈ ഉയർത്താമോ എന്ന്? വളരെ സന്തോഷം. നിങ്ങൾ നല്ല ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്വന്തം പണം 30,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട്, വിശ്വാസത്തോടെ കൊടുത്തിട്ട്, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് തന്നത് എന്ന് നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നുണ്ടോ? ഇല്ലേ? ഇപ്പോഴാണോ ഇരുന്ന് ആലോചിക്കുന്നത്? പോട്ടെ. ഈ ചെറിയ വിഷയത്തിൽ സാരമില്ല. എന്നാൽ ഭക്തിയുടെ വിഷയത്തിൽ, ദൈവിക വിഷയത്തിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ സൂക്ഷിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് ആ വചനം ഒന്ന് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 24:5. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. കർത്താവ് എന്താണ് പറയുന്നത്? അന്ത്യകാലത്ത് അനേകം ആളുകൾ ഞാനാകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞ് വന്ന് അനേകരെ തെറ്റിച്ചു കളയുവാൻ ഇടയാകും എന്നാണ്. ഇപ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിൽ എത്ര പേരാണ് യഥാർത്ഥ ദൈവിക ഉപദേശകന്മാർ, എത്ര പേരാണ് വ്യാജം ഉപദേശിക്കുന്നവർ എന്ന് ചിന്തിച്ച് ചിലപ്പോൾ എനിക്ക് ഭയമുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ വചനപ്രകാരമുള്ളതായ ഉപദേശം അല്ലാതെ പുറമേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നവർ, ഭൗതികമായ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും മാത്രം ഉപദേശിക്കുന്നവർ, ലോകപ്രകാരമുള്ളതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ, മാനസാന്തരത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പ്രസംഗിക്കാത്ത ആളുകൾ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് പ്രസംഗിക്കാത്ത ആളുകൾ കള്ളപ്രവാചകന്മാരാണ്. അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും ശരി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, രോഗം സൗഖ്യമാകും, അനുഗ്രഹമുണ്ടാകാനിടയാകും, വണ്ടി വാങ്ങുവാനിടയാകും, വിസ ലഭിക്കുവാനിടയാകും, ജോലി കിട്ടാനിടയാകും, വീട് വയ്ക്കുവാനിടയാകും. ഇവയെല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം നിന്റെ ഹൃദയം ദൈവം മുമ്പിൽ ശരിയാകുന്നില്ല എങ്കിൽ നീ മാനസാന്തരപ്പെടുക, നിന്റെ ദുശീലം ഉപേക്ഷിക്കുക, വ്യഭിചാരം ജീവിതത്തിൽ ചെയ്യരുത്, നിന്റെ കള്ളം പറയുന്ന സ്വഭാവം അവസാനിപ്പിക്കുക, നിന്റെ അഭിനയം അവസാനിപ്പിക്കുക, നിന്റെ കാപട്യം അവസാനിപ്പിക്കുക. കപട വിശ്വാസികളെ, നിങ്ങൾ വെള്ളപൂശിയ ശവക്കല്ലറ പോലെയാകുന്നു. നിങ്ങളുടെ അന്തരംഗം ദുർഗന്ധം വമിക്കുന്നു, ചീഞ്ഞഴുകിയിരിക്കുന്നു. അങ്ങനെ യേശു നല്ല ഉപദേശങ്ങളായിരുന്നു കൊടുത്തത്, നല്ലതായിട്ടായിരുന്നു പ്രസംഗിച്ചത്. ഒരു പാപിനിയെ ജനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവൻ അവളെ സ്ത്രീയെ എന്ന് വിളിച്ചു. ഞാൻ ധർമ്മശാസ്ത്രം നല്ലോണം പഠിച്ചിരിക്കുന്നു, ഞാൻ വെള്ളവസ്ത്രം ധരിക്കുന്നുണ്ട്, ഞാൻ താടിയും മീശയുമെല്ലാം വളർത്തി യഹൂദന്മാരുടെ എല്ലാ ജീവിത രീതിയും കൃത്യതയോടെ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞവൻ പരീശൻ അവന്റെ മുൻപിലേക്ക് ചെന്ന സമയത്ത് അവരെ നോക്കിയിട്ട് യേശു എന്താണ് വിളിച്ചത്? കപട വിശ്വാസികളെ, സർപ്പസന്തതികളെ, പിശാചിന്റെ സന്തതികളെ എന്നാണ് വിളിച്ചത്. എന്താണ് ഈ കാലത്ത്? സർപ്പസന്തതികളെ. കാണുന്ന സമയത്ത് അവരെ ദൈവമക്കളെ എന്ന് വിളിക്കും. ദൈവമക്കൾ വരുമ്പോൾ നീ പോകൂ എന്ന് പറയും. എന്താണ്? പണമുള്ളവൻ വരൂ എന്നും പണമില്ലാത്തവൻ പോകൂ എന്നും പറയും. പണത്തിനും ദൈവത്തിന്റെ വിശ്വാസമായി കൂട്ടിക്കലർത്തിയ വ്യക്തിയാണെങ്കിൽ അവൻ തീർച്ചയായും കള്ളപ്രവാചകനാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പണം കൊടുത്ത് കരസ്ഥമാക്കുവാൻ കഴിയും, യേശുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ കഴിയും എന്ന് ആരെങ്കിലും വെളിപ്പെടുത്തുകയാണെങ്കിൽ, അതായത് അങ്ങനെ നേരെ പറയുകയില്ല, ധനമോഹവും കപട വിശ്വാസവുമെന്ന് പൗലോസ് പറയുവാനിടയായി. ധനമോഹത്തോടു കൂടിയുള്ളതായ ശുശ്രൂഷകൾ. എന്താണ്? ചില സമയത്ത് ഫോറിൻ ഉപദേശകർ പ്രസംഗിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, എന്ത് നല്ല പ്രസംഗമാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് അവസാനമായി വരുമ്പോഴേക്കും വളരെ ഉത്സാഹത്തോട് പറയും, ദൈവം ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, എല്ലാവരും കടന്നു വരും, ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കും. ഓൾ പീപ്പിൾസ് ആർ റൈറ്റിംഗ് ദെയർ. അപ്പോൾ എത്ര പേർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം? എന്താണ് ഏത് മീറ്റിംഗ് എന്നാൽ അവസാനം പറയുന്നത് പണത്തിൻ്റെ കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹം ലഭിക്കാനിടയാകും, ജീവിതം മാറുമെന്ന് പറഞ്ഞിട്ട് പ്രസംഗം അവസാനിപ്പിക്കും. നിങ്ങൾ ചിന്തിക്കണം അതിനെക്കുറിച്ച്. പണം കൊടുത്ത് യേശുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ ധനവാന്മാരെല്ലാം സ്വർഗത്തിലിരിക്കാനിടയാകും. ധനവാൻ സ്വർഗത്തിൽ കിടക്കുന്നത് എളുപ്പമാണെന്നാണോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? സൂചിക്കുഴലിൽ കൂടി എന്താണ് കിടക്കുന്നത്? ഒട്ടകം. നമുക്ക് നൂല് തന്നെ ഇടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒട്ടകം, ആ ഒട്ടകമെങ്കിലും സൂചിക്കുഴലിൽ കൂടെ കടന്നാലും നിങ്ങൾ ഒരിക്കലും ധനവാന്മാർ കടക്കുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാതെ ഇന്നുള്ള അനേകം
സുവിശേഷകന്മാരും പ്രസംഗകരും പണം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാം, പണമുള്ളവർക്ക് സ്ഥാനം കൊടുക്കാം, പണം കൊണ്ട് ഭരണം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് പണത്തിന് മാത്രം ശുശ്രൂഷയിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ ആളുകൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നവരും വഞ്ചിക്കപ്പെടുന്നവരുമാണ്. നിങ്ങളെ ആരും തെറ്റിച്ചു കളയാതിരിപ്പാൻ സൂക്ഷിക്കുക. മുറിവിന് പുറമേ വെറുതെ മരുന്ന് പൂശി അകത്തുള്ളതായ ഇൻഫെക്ഷനെ മാറ്റുവാൻ കഴിയാതെ, സെപ്റ്റിക് ആയതിനെ മാറ്റുവാൻ കഴിയാത്തതായ ഡോക്ടറിനെ നല്ല ഡോക്ടർ എന്നാണോ വിളിക്കുന്നത്? ഒരു ഡോക്ടറിൻ്റെ അരികിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ശരീരം പരിശോധിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ള ഒരു മുഴയുണ്ട്, അത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം, അതിന് ഇത്രമാത്രം പണം ചെലവാകും എന്നൊക്കെ പറയുന്ന സമയം മറ്റൊരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല, 2 ഗുളിക തരാം, ഇത് കഴിച്ചിട്ട് സുഖമായി കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡോക്ടറായിരിക്കും നല്ലയാള്? നിങ്ങൾ പറയും, ദൈവമേ ഈ ഡോക്ടറാണ് നല്ലത്, 3 രൂപ ചിലവെന്നുള്ളൂ. 3 രൂപ കൊണ്ട് നീ ഗുളിക വാങ്ങിക്കഴിച്ചു, എന്നാൽ നീ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിന്റെ ശരീരത്തിൽ ക്യാൻസർ വന്നിട്ട് നിന്റെ ജീവന് തന്നെ അത് അപകടം ആയി മാറാനിടയാകും. നിന്റെ പാപങ്ങളെയും നിന്റെ ദോഷങ്ങളെയും നിനക്ക് ബോധിപ്പിച്ച് തരാത്തതായ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കുവാൻ നന്നായിരിക്കും, എന്നാൽ നിന്റെ ഹൃദയത്തിന് മാത്രം ഒരു പ്രയോജനവും അത് ചെയ്യുകില്ല. അന്ത്യകാലത്ത് അനേകം ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ വന്നിട്ട് ഞാൻ തന്നെ ക്രിസ്തു ആകുന്നുവെന്ന് പറഞ്ഞ് അനേകരെ തെറ്റിച്ചു കളയാനിടയാകും. യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരു നാമത്തിൽ വന്നിട്ടും കാര്യമില്ല. അവനറിയാം ഇന്ന് യേശുവിൻ്റെ നാമമെന്ന് പറയുമ്പോൾ ജനം ഇളകി മറിയുകയാണ് രക്ഷയ്ക്കായി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ഫോണിന് മീതെ ഫോണുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് അത്രമേൽ ശക്തിയുണ്ട് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് പിശാചും ആ നാമം തന്നെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ പിശാചിന്റെ ബുദ്ധി എങ്ങനെയുള്ളതാണെന്നറിയാമോ? അവൻ എങ്ങനെയാണ് പിശാചായത്? പിശാച് ആരായിരുന്നു? ദൈവം സൃഷ്ടിച്ചതായ ദൂതന്മാരിൽ പ്രധാനിയായ ഒരു ദൂതനായിരുന്നു. അവന്റെ പേരെന്താണ്? ലൂസിഫർ. തേജോമയനായിരുന്നു, വെളിച്ച ദൂതനായിരുന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നതായ സമയത്ത്, ദൈവത്തിന്റെ തേജസ് ഒഴുകുന്നതായ സമയത്ത് ആ തേജസ് ചുറ്റുമുള്ള ദൂതന്മാരിലേക്ക് ഡയറക്റ്റ് വരാതിരിക്കുന്നതിന് വേണ്ടി ഈ ലൂസിഫർ ദൈവത്തിനും ദൂതന്മാർക്കും മധ്യേ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിരുന്നതായ സമയത്ത് ഒരു ദിവസം അവൻ എല്ലാവരും നമസ്കരിക്കുന്നത് കണ്ടിട്ട് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറിയിരിക്കാനിടയാകും, ഞാനും ദൈവത്തോട് സമനാണ് എന്ന് വിചാരിച്ചു. എനിക്കും ദൈവത്തോടൊപ്പമാകണം. അന്നും ഇന്നും പിശാചിൻ്റെ ആഗ്രഹം അതാണ്. ദൈവത്തെ പോലെ ആരാധിക്കപ്പെടണം, ദൈവത്തെ പോലെ പൂജിക്കപ്പെടണം. ആരെങ്കിലും എന്തിനെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ ഇവൻ അവിടെ ചെന്നിട്ട് അതിൽ കയറിയിരിക്കാനിടയാകും. അതിൽ യാതൊരു ശക്തിയുമില്ല. എന്നാൽ അതിനെ ഉപയോഗിക്കുന്നതായ പിശാച് യഥാർത്ഥത്തിൽ മനുഷ്യനെ വഞ്ചിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇന്നവൻ അനേകം ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാതിരിപ്പാൻ സൂക്ഷിക്കുക എന്ന് പറയുന്നു. നിങ്ങൾ ആരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുവാൻ മതിയായവനാണ്. എന്നാൽ പാപം മറച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പാപത്തെ ഏറ്റുപറയാതെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല, സാധിക്കില്ല. യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിതത്തെ, വ്യാപാരത്തെ അനുഗ്രഹിക്കണമേ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ മദ്യപാനം മാത്രം എനിക്ക് കളയാൻ കഴിയില്ല, എന്നാൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഇങ്ങനെയുള്ള വിവരമില്ലാത്ത പ്രാർത്ഥന ചെയ്യുന്ന ക്രിസ്ത്യാനികളെയും എനിക്കറിയാം. ഒരു മനുഷ്യനെ കർത്താവ് അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും അനുഗ്രഹിക്കാൻ മതിയായവനാണ്. എന്നാൽ നിന്റെ പാപത്തെയും നിന്നെയും കൂടെ അനുഗ്രഹിക്കുവാൻ കർത്താവിന് ഒരിക്കലും സാധിക്കില്ല. പണം കൊടുത്തിട്ട് ദൈവത്തിന് അനുഗ്രഹം വാങ്ങിയെടുക്കാമെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ അത് അജ്ഞാനമാണ്. മന്ത്രവാദിയായ ശീമോൻ പണക്കിഴി കൊണ്ടുവന്നിട്ട് പത്രോസിനെ മുൻപിൽ വെച്ചിട്ട് ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവയ്ക്കുകയാണെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ വരം ലഭിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. ഈ അന്ത്യകാലത്ത് പുറമേ ഭക്തി നടിക്കുന്നുവെങ്കിലും അതിൻ്റെ ശക്തിയെ അനുഭവിക്കുന്നില്ല ജനം. വഞ്ചിതരാകരുത്. മനുഷ്യരുടെ വഞ്ചനകളിലും യേശുവിൻ്റെ നാമത്തിൽ പറയുന്നതായ കള്ള ഉപദേശങ്ങളിലും അകപ്പെട്ടു പോകരുത്. യേശുവിൻ്റെ വരവ് അടുക്കും തോറും ഒരുപാട് പ്രസംഗങ്ങൾ നാം കേൾക്കുവാനിടയാകും. ഉപദേശകന്മാർ പെരുകുവാനിടയാകും. പെരുകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വ്യാജന്മാരുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്, പണത്തിനു വേണ്ടി ദൈവവേല ചെയ്യുന്നവരുണ്ട്. ദൈവത്തിൻ്റെ വിളിയുണ്ടോ? ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിട്ടുണ്ടോ? നിനക്ക് ബൈബിളിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടോ?
ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ടോ ഇല്ലയോ അത് സാരമില്ല. എന്നാൽ വേദപുസ്തകം മുഴങ്കാൽ മടക്കിയിരുന്ന് ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ വചനങ്ങളെ നീ ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ എവിടെ നിൽക്കിയാലും എല്ലാവരും ടി വിയിലെ പ്രഭാഷകന്മാരാണ്. യേശുവിൻ്റെ നാമത്തിൽ വ്യാപാരമാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള വ്യാപാരമാണ് ഇന്ന് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് യെരുശലേം ദേവാലയത്തിൽ വ്യാപാരം നടത്തുവാനിടയായി. അപ്പോൾ യേശു എന്താണ് ചെയ്തത്? എന്താണ്? ചാട്ടവാറായുമായിട്ട് അവൻ തന്നെ ഒരു ചാട്ടവാർ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. തയ്ച്ച് ഉണ്ടാക്കാനിടയായി. വെറുതെ വന്നിട്ട് അവരെ ഓടിച്ചിട്ട് പോകാനുള്ള അവൻ്റെ ഹൃദയത്തിൽ ആ വിഷമം സഹിക്കവയ്യാതെ അവസാനം ഒരു ചാട്ട ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് ഓരോരുത്തരെയും അടിക്കുവാനിടയായി. അടിച്ചവിടെ നിന്നും ഓടിക്കുവാനിടയായി. ആടിനെയും പ്രാവിനെയും ഒക്കെ വിൽക്കുന്ന ആളുകളെല്ലാം ഓടിച്ചു. എന്റെ പിതാവിന്റെ ഭവനം ഇത് പ്രാർത്ഥന ആലയമെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ ഇതിനെ വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കാലത്ത് മുഴങ്കാലിലിരുന്നു കൊണ്ട് കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവസന്നിധിയിൽ നിന്ന് ആലോചന പ്രാപിച്ചിട്ട് ജനത്തിന് പങ്കുവയ്ക്കുന്ന ദൈവദാസന്മാർ ആവശ്യമായിരിക്കുന്നു. ഇത് വളരെ വിശേഷപ്പെട്ട സമയമാണ്. ഒരു നിമിഷം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴും നീ ഏറ്റുപറയാത്ത എന്തെങ്കിലും പാപം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദുശീലം ജീവിതത്തിലുണ്ടെങ്കിൽ അത് നീ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി നിന്നെ സഹായിക്കുവാനാണ് കർത്താവ് നിന്നെ കൂട്ടിവരുത്തിയത്. എടുക്കപ്പെടുന്ന മണവാട്ടി സഭയിൽ നീയും ഉണ്ടായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നീ ഒരിക്കലും നശിച്ചു പോകുവാൻ പാടില്ല, വഞ്ചിതരായി പോകുവാൻ പാടില്ല, വഞ്ചിക്കപ്പെടരുത് എന്ന് കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതാ, ഹൃദയശുദ്ധി ഇല്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയില്ല. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് വചനം പറയുന്നു. നിന്റെ പാപത്തെക്കുറിച്ച് നീ പശ്ചാത്തപിക്കുവാൻ ഒരുക്കമാണോ? അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഒരുക്കമാണോ? ഈ ദിവസം നിന്റെ രക്ഷയുടെ ദിവസമാക്കി തീർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം ദൈവം മുമ്പാകെ എങ്ങനെയുണ്ട്? ഒരു നിമിഷം ഒന്ന് പരിശോധിക്കുക. പ്രാർത്ഥന. കർത്താവേ, നിനക്ക് സ്തോത്രം കരയറ്റുകയാണ്. ഈ സമയത്ത് നിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ, എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ നീ വില കൊടുത്ത് വാങ്ങിയതായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ഇന്ന് ദർശിക്കുമാറാകണമേ. എല്ലാവിധമായ പാപബന്ധനത്തിൽ നിന്നും, എല്ലാവിധമായ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ വിടുവിച്ചെടുക്കുകയാണ് ദൈവമേ. ദുഷ്ടന്റെ തന്ത്രങ്ങളെയെല്ലാം, അന്ധകാരത്തിന്റെ വ്യാപാരത്തെയെല്ലാം തകർത്തുകൊണ്ട് അവയെ ബന്ധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്നിവിടെ നടത്തുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെയെല്ലാം വ്യക്തമായിട്ട് അറിയുന്നതായ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ നന്നായി അറിയുന്നതായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റണമേ അപ്പാ. ഉദരഫലമില്ലാതെ അനേകം ആളുകൾ ഭാരപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾ, യഹോവ നൽകുന്ന ദാനം ഉദരഫലം അവന്റെ പ്രതിഫലം ആകൊണ്ട് ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉദരഫലം നൽകണമേ. കടഭാരം വന്നിട്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, ജോലിയില്ലാതെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളെ ദർശിക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും നീ കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവരിലേക്ക് അയച്ച് പാപത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ദൈവത്തിന്റെ വലിയ കൃപ അവരുടെ മേൽ വ്യാപരിപ്പിക്കുമാറാകണമേ. ദുശീലം ഉപേക്ഷിക്കാൻ കഴിയാതെ, മദ്യപാനവും സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ കഴിയാതെ, പുറമെ ഭക്തനാണെന്ന് ഭാവിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന വാഗ്ദത്ത വചനമനുസരിച്ചുകൊണ്ട് പിശാചിനെ എതിർത്ത് അവനെ ഓടിക്കുവാൻ കൃപ കൊടുക്കണമേ അപ്പാ. നിന്റെ അഗ്നി വേലി കൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കണമേ. എല്ലാവരുടെയും ജീവിതത്തിലുള്ള പിശാചിന്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയണമേ. നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടി നീ ഉപദ്രവിക്കപ്പെടുവാനും നീ ദണ്ഡിക്കപ്പെടുവാനും ഇടയായി. മരണത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു നീ മരണത്തെ ജയിച്ചവനായിരിക്കുന്നുവെന്നും, നിന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ഈ ലോകത്തെയോ ലോകത്തിൽ ഉള്ളതിനെയോ ഒന്നും തന്നെ സ്നേഹിക്കുവാൻ പാടില്ല എന്ന ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ സഹായിക്കണമേ. ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട് നിത്യവും ജീവിക്കുവാൻ കൃപ നൽകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ ഇടയാകും എന്ന് അന്ന് സഖായിയോട് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ ശുദ്ധീകരിക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകുമാറാകണമേ.
നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ വരവ് താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ